ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേരി രേഷ്മ. നമ്മുടെ HSSTയുടെ നോട്ടിഫിക്കേഷൻസ് ഈ ജൂണിൽ തന്നെ വന്നു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ HSST ഹിന്ദി ഏകദേശം 4 വർഷത്തോളം അല്ല 4 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ HSST ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ തന്നെ വന്നിട്ട് വളരെയധികം പോസ്റ്റുകൾ നിങ്ങളെല്ലാവരെയും ഹിന്ദി ടീച്ചേഴ്സിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ HSST ഹിന്ദി നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് HSST ഹിന്ദിയുടെ സിലബസിൽ മെയിനായിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഭാഗമാണ് പാശ്ചാത്യ കാവ്യശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പാർട്ടിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രസ് സൂത്ര കെ പ്രണേത ഹെ. അപ്പോൾ നമ്മുടെ ഭരത് മുനിയെ പറ്റിയിട്ട്, ആചാര്യ ഭരത് മുനിയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാവ്യശാസ്ത്രത്തിലെ. അപ്പോൾ നമ്മുടെ രസസൂത്ര के प्रणेता रससूत्र के प्रणेता के रूप में कौन है? भरत मुनि, मम्मट, अभिनव गुप्त, डॉक्टर നഗേന്ദ്ര. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഏതായിരിക്കും രസസൂത്ര കെ പ്രണേത കെ രൂപമേ? നമ്മുടെ ആരായിരിക്കും? നമ്മുടെ ഭരത് മുനിയാണ് രസസൂത്ര കെ പ്രണേത. അപ്പൊ മാറിപ്പോരുത്. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായല്ലോ. രസസൂത്ര കെ പ്രണേത ഹെ ഭരത് മുനി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭരത് മുനി കെ ഗ്രന്ഥ കാ നാം ഹെ. അപ്പോ ഭരത് മുനിയുടെ ഗ്രന്ഥത്തിന്റെ പേര് നമ്മുടെ കേട്ടറ്റിനായാലും സെറ്റിനായാലും ഒക്കെ കോമൺ ആയിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭരത് മുനി കെ ഗ്രന്ഥ കാ നാം ഹെ കാവ്യ പ്രകാശ്, നാട്യശാസ്ത്ര, കാവ്യ മീമാംസ, അലങ്കാർ, ബ്രഹ്മ ബജത്. അപ്പോ നമുക്ക് ഭരതമുനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ, ഭരതമുനി കാ നാട്യശാസ്ത്ര. അപ്പോ ഇതിൽ ആൻസർ ഏതാണ്? ഭരത് മുനി കാ के ग्रंथ का नाम है हमारे नाट्यशास्त्र. അപ്പൊ ഇത് മറക്കരുത്. ഭരത് മുനി का के ग्रंथ का नाम है नाट्यशास्त्र. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽ കെ ആരോഹി ക്രമേ കീജിയെ. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാലത്തിനനുസരിച്ച് എന്താ ആരോഹി ക്രമേ കീജിയെ. അപ്പൊ മമ്മട്ട്, ദണ്ഡി, ബാമ, ഭരത് മുനി ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിൽ ആദ്യം ആരാണ് ആ ഒരു ഓർഡറിൽ നമ്മൾ എന്താ കണക്ട് ചെയ്ത് എഴുതുക. ഭരത് മുനി, ബാമ, ദണ്ഡി, മമ്മട്ട്. ദണ്ഡി, ബാമ, ഭരത് മുനി. ബാമ, ദണ്ഡി, ഭരത് മുനി, സമ്മട്ട്. മമ്മട്ട്. അപ്പോ ഇത് ഏതാണ്? നമുക്ക് ആദ്യം തന്നെ ആരാണ് വന്നതെന്ന് നമുക്കറിയാം. ഹിന്ദി സാഹിത്യക ഇതിഹാസില് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഭരത് മുനിയാണ് ആദ്യമേ എന്താണ്, ഭരത് മുനിയാണ് നമുക്ക് ആദ്യം എന്താ കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ എന്താ മനസ്സിലായി. ഫസ്റ്റ് ഭരത് മുനി, ഉസ്കെ ബാദ് ആത്തെ ഹെ ഭാമ, ദണ്ഡി, മമ്മട്ട്. ഇങ്ങനെ ഒരു എന്താണ് ഓർഡറിലാണ് ഈ ക്രമം വന്നിരിക്കുന്നത്. ഇപ്പോ അടുത്തതിലും ഭരത് മുനി തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയേനെ. പക്ഷെ ഇതിൽ എന്താ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ പോയി. പക്ഷെ ഈ ഒരു ഓർഡർ നിങ്ങൾ എന്താ നോട്ട് ചെയ്ത് വെക്കുക. ഭരത് മുനി, ബാമ, ദണ്ഡി, മമ്മട്ട്. അടുത്തയിലേക്ക് പോവാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്മേ സെ കോൻ രസ്വാദി ആചാര്യ ഹെ. അപ്പൊ ഇതില് ആരാണ് രസ്വാദി? കോൻ ഹെ രസ്വാദി ആചാര്യ? ഇസ്മേ സെ सबसे पहले आते हैं भरत मुनि, सेकंड वामन, कुंदक, ആനന്ദ് വർദ്ധൻ. അപ്പൊ ഇതില് ആരാണ് രസ്വാദി ആചാര്യ? രസ്വാദി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആരുടെ പേരാ ഓർമ്മ വരിക? രസ്വാദി ആചാര്യ. പിന്നെ എന്താണ്? ഭരത് മുനിയാണോ, വാമനാണോ, കുന്തക്കാണോ, ആനന്ദ് വർദ്ധനാണോ? എന്താ ആരാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ ഭരത് മുനി ഹെ. കോൻ? रसवादी आचार्य के नाम में कौन आते हैं? भरत मुनि. ഇത് മാറിപ്പോരുത്. ഭരത് മുനിയാണ് രസ്വാദി
ആചാര്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പ്ലേറ്റോ കെ ഗുരു കോൺ ഹെ? പ്ലേറ്റോ, അരസ്തു പാശ്ചാത്യ കാവ്യശാസ്ത്രത്തിലെ പ്രമുഖ ലേഖകന്മാരാണ് പ്ലേറ്റോ, അരസ്തു ഒക്കെ. അപ്പൊ ഈ ഒരു രണ്ടുപേരുടെയും കാര്യങ്ങൾ, പ്ലേറ്റോയുടെ ഗുരു, അരസ്തുയുടെ ഗുരു, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എന്താ നമുക്ക് കൺഫ്യൂസിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അപ്പൊ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റഡ് നോട്ട്സും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പോയിന്റഡ് ആവുമ്പോൾ എപ്പോഴും എന്താ എളുപ്പം, പെട്ടെന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഇയേഴ്സും കാര്യങ്ങളൊക്കെ എന്താ പോയിന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ എന്താ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പ്ലേറ്റോ കെ ഗുരു കോൺ ഹെ? പ്ലേറ്റോ കെ ഗുരു അരസ്തു, കബീർദാസ്, സുക്രാത്ത്, ഇസ്മേ സെ കോയി നഹി. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കബീർദാസ് ആയിരിക്കില്ല അല്ലെ, കബീർദാസ് ഭക്തി കാലിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അരസ്തു ആണോ പ്ലേറ്റോയുടെ ഗുരു? അരസ്തു അല്ല. അതിനൊരു കാരണമുണ്ട്. അരസ്തുയുടെ ഗുരു ആരാ? പ്ലേറ്റോ ആണ്. അപ്പൊ പ്ലേറ്റോ ഒരിക്കലും എന്താ അരസ്തുയുടെ ഗുരു ആയില്ല. പിന്നെ എന്താണ്, പിന്നെ അടുത്തായിട്ട് വരുന്നത് എന്താ? സുക്രാത്തും ഇൻമേം സെ കോയി നഹി. അപ്പോ സുക്രാത്ത് ആണ് ആരുടെ? പ്ലേറ്റോ കെ ഗുരു മാനത്തെ ഹെ. ഗുരു കെ രൂപ में कौन आते हैं? സുക്രാത്ത്. പ്ലേറ്റോ കെ ഗുരു കോൺ ഹെ? മറക്കരുത്, സുക്രാത്ത് ആണ് നമ്മുടെ പ്ലേറ്റോയുടെ ഗുരു. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, സുക്രാത്ത്. നെക്സ്റ്റ് വൺ, പ്ലേറ്റോ കാ ജന്മ കബ് ഹുവാ? ഇതും നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പ്ലേറ്റോ കാ ജന്മ, പ്ലേറ്റോ കാ ജന്മ കബ് ഹുവാ എന്ന് പറയുമ്പോൾ നമ്മള് എന്താ നമ്മള് പാസേജുകളിലൊക്കെ കാണുമ്പോൾ 427 ഈസ്വി പൂർവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില പാസേജുകളിൽ 428. അപ്പൊ ഇത് രണ്ടും തന്നെ എന്താ നമ്മള് നോട്ട് ചെയ്യണം. രണ്ടും കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ചില ഓപ്ഷൻസിൽ ചിലപ്പോൾ എന്താ 428 കൊടുത്തിട്ടുണ്ടാവും, ഈസ്വി പൂർവ് കൊടുത്തിട്ടുണ്ടാവും. ചിലതിൽ എന്താ 427. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇതിൽ എന്തായാലും ഒരെണ്ണേ നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരികയുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ എന്താ 428 ഈസ്വി പൂർവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലോ 427 ഈസ്വി പൂർവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലോ രണ്ടും കറക്റ്റ് ആണ്. പ്ലേറ്റോയുടെ ജന്മം 428 ഈസ്വി പൂർവ് അല്ലെങ്കിൽ എന്താ 427 ഈസ്വി പൂർവ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ ഓപ്ഷൻ എ ഏതാ? 428 ഈസ്വി പൂർവാണ് ഇതില് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ്, പ്ലേറ്റോ കാ ജന്മ. അപ്പൊ അടുത്തത് നോക്കാം, राजनीतिक दर्शन का पिता किसे कहा जाता है? രാജ്നീതിക് ദർശൻ കാ പിത. രാജ്നീതിക് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. രാജ്നീതിക് ദർശൻ കാ പിത ആരാണ്? അരസ്തു ആണോ, പ്ലേറ്റോ ആണോ, സുക്രാത്ത് ആണോ, റൂസോ ആണോ? ആരായിരിക്കും? നമ്മളിപ്പൊ കൂടുതലായിട്ട് എന്താ ഡിസ്കസ് ചെയ്ത ആരെ പറ്റിയാ? നമ്മളെ പ്ലേറ്റോയെ പറ്റി. അപ്പൊ പ്ലേറ്റോ ആണ് രാജ്നീതിക് ദർശൻ കാ പിത മാനത്തെ ഹെ പ്ലേറ്റോ കോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്ലേറ്റോ की सबसे महत्वपूर्ण रचना कौन सी है? ഇത് എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലേറ്റോ की सबसे महत्वपूर्ण रचना ഏതാണ്? ദ റിപ്പബ്ലിക്, ദ സ്റ്റേറ്റ്മാൻ, ദ ലോസ്, ദ പവർ. ഇതിലേതായിരിക്കും? ദ റിപ്പബ്ലിക് ആണ് പ്ലേറ്റോ के सबसे महत्वपूर्ण രചന. ഇത് നമ്മള് മാറിപ്പോരുത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. രചനകളും പിന്നെ ഗുരു എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് എപ്പോഴും എന്താ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാ. അപ്പോ ദ റിപ്പബ്ലിക് ഹെ പ്ലേറ്റോ കെ സബ്സെ മഹത്വപൂർണ്ണ രചന. ഓക്കെ, അപ്പൊ നമ്മുടെ HSST ഹിന്ദിയുടെ വിജ്ഞാപനമൊക്കെ വന്ന് എന്താ ജൂണിൽ തന്നെ എത്തുമെന്നാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഒട്ടനവധി പോസ്റ്റുകളൊക്കെ എന്താ ഹിന്ദിയില് നമുക്ക് ഒട്ടനവധി പോസ്റ്റുകളുണ്ട്. അപ്പൊ വേഗം തന്നെ നമ്മുടെ ഹിന്ദി HSST വിജ്ഞാപനം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ HSSTയുടെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ. അപ്പോൾ വിവരങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മെയിനായിട്ട് വന്നിട്ടുള്ളതാണ്.
ഇപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാലും പാശ്ചാത്യ കാവ്യശാസ്ത്ര, ഭാരതീയ കാവ്യശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാലും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഉപകാരമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്നാ ഇനി അടുത്ത HSST-യുടെ സിലബസിൽ ഇത് മെയിനായിട്ട് വരുന്നുണ്ട്. കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേറ്റോയെ, അരസ്തോയുടെയും പിന്നെ എന്താ പറയുക നമ്മുടെ ഭരത് മുനിയുടെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ധാരാളം നമ്മുടെ സിലബസ് അനുസരിച്ച് HSST ഹിന്ദിയുടെ സിലബസ് ബേസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ HSST-യുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. നമ്മുടെ ഹിന്ദി HSST-യുടെ നോട്ടിഫിക്കേഷൻ ജൂണിൽ തന്നെ വരുന്നതാണ്. ഒട്ടനവധി പോസ്റ്റുകളാണ് നമ്മുടെ HSST ഹിന്ദിക്ക് ഉള്ളത്. അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ HSST ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജോയിൻ ചെയ്യണേ. 8589083568. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. താങ്ക് യു.